إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ ഇക്കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന, ഇസ്ലാമിന്റെ ഭാഷയിൽ അവർ അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ, അവർക്ക് വന്നു ഭവിച്ച അപജയങ്ങളിൽ ഏറ്റവും മാരകമായ, ഏറ്റവും ഗുരുതരമായ കാര്യമാണ് അവർ അമുസ്ലിങ്ങളോട്, അന്യമതസ്ഥരോട്, ജൂത നസാറാക്കളോട് സാദൃശ്യരാകുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച വളരെ ഗൗരവമുള്ള ഹദീസിന്റെ സത്യപുലർച്ച ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളിലൂടെ, വിശിഷ്യ നമ്മുടെ നാട്ടിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞുവല്ലോ, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ. നിങ്ങൾ നിങ്ങളുടെ മുൻപുള്ളവരുടെ നടപടിക്രമങ്ങളെ, മാർഗത്തെ, ചര്യകളെ ഒരമ്പിനു പിറകിൽ സ്ഥാപിച്ചിട്ടുള്ള, പരസ്പരം സാമ്യതയുള്ള, തീർത്തും സദൃശ്യമുള്ള രണ്ടു തൂവലുകൾക്ക് സമാനമായി. നമുക്കറിയാം, അമ്പിനു പിന്നിൽ അതിന്റെ സഞ്ചാര ഗതിയെ നിയന്ത്രിക്കുന്ന രണ്ടു തൂവലുകൾ ഉണ്ടാകും. അത് രണ്ടും കാണാൻ എല്ലാ അർത്ഥത്തിലും ഒരുപോലെയായിരിക്കും. ചില ഹദീസുകളിൽ വ്യത്യസ്തങ്ങളായ ചില റിപ്പോർട്ടുകളിൽ വന്നതുപോലെ ശിബ്റം ബി ശിബ്രിൻ ദിറാഅൻ ബി ദിറാഇൻ, ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾ നിങ്ങളുടെ മുൻകാലക്കാരെ, അവരുടെ നടപടിക്രമങ്ങളെ പിൻപറ്റുക തന്നെ ചെയ്യും. ലൗ ദഖലു ഹത്താ ലൗ ദഖലു ജുഹ്റ ദബ്ബിൻ ലദഖൽതുമൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിചിത്രമായൊരു ഉപമ പറയുകയാണ്. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇടുങ്ങിയ, ദുർഗന്ധം വമിക്കുന്ന, കൂരിരുട്ടുള്ള, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ ഒരു ഉറുമ്പിന്റെ മാളത്തിലേക്ക് അവരുടെ പിന്നാലെ വലിഞ്ഞ് ഉഴഞ്ഞു കയറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ പറഞ്ഞ മുൻകാലക്കാർ എന്ന് താങ്കൾ ഉദ്ദേശിച്ചത് അൽ യഹൂദു വൻ നസാറ, ജൂത നസാറാക്കളെ പറ്റിയാണോ? അവിടുന്ന് പറഞ്ഞു, ഫമൻ, അതെ, അവരല്ലാതെ മറ്റാരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സഹോദരങ്ങളെ, ഈ ആശയത്തിൽ വന്ന ചില ഹദീസുകളുടെ ഗൗരവമുള്ള മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, ഹത്താ ലൗ അന്ന അഖദഹും ജാമഅ ഉമ്മഹു ബിത്വരീഖ് ലഫഅൽതുമൂഹ്. ആ ജൂത നസാറാക്കൾ അവർ വഴിയോരങ്ങളിൽ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുകയാണെങ്കിൽ പോലും പരസ്യമായി മുസ്ലിം ഉമ്മത്ത് അതേറ്റെടുക്കുന്നവരായി നിങ്ങൾ കാണും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, അവസാനം പറഞ്ഞ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗൗരവമുള്ള ഓർമ്മപ്പെടുത്തൽ അല്ലാത്ത ഇടങ്ങളിലെല്ലാം മുസ്ലിം ഉമ്മത്ത് ഇന്നിതാ ജൂത നസാറാക്കളെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി അച്ചേലേക്ക് അവരെ പിൻപറ്റുന്ന മാതൃകയാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് വലിയ തോതിൽ പ്രകടമായി നടപ്പിലാകുന്ന അവസരത്തിലാണ് നമ്മളുള്ളത്. ഡിസംബറിന്റെ അവസാനത്തെ ആഴ്ചകൾ ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ ആഘോഷവും എന്ന പേരിൽ മുസ്ലിം ഉമ്മത്ത് ജൂത നസാറാക്കളെ ഇത്തരത്തിൽ പിൻപറ്റുന്നു. സഹോദരങ്ങളെ, അന്യമതസ്ഥരെ ജൂത നസാറാക്കളെ വിശേഷിച്ച് പിൻപറ്റുന്ന വിഷയത്തിൽ, അവരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ പണ്ഡിതന്മാർ 3 തരക്കാരായി വിഭജിച്ചതായി കാണാം. അവരിൽ ആദ്യത്തെ വിഭാഗം ആളുകൾ, അവർ ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളിൽ നിന്നും ചേലിൽ നിന്നും കോലത്തിൽ നിന്നും സമ്പൂർണമായി വിടവാങ്ങിയവർ, അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു മേമ്പൊടിയും ചാർത്താൻ പറ്റാത്തവർ. അവർക്ക് ഇസ്ലാമുമായുള്ള ആകെയുള്ള ബന്ധം പേരും തറവാടും മാത്രമാണ്. മുസ്ലിമിന്റെ തറവാട്ടിൽ ജനിച്ചു, അല്ലെങ്കിൽ മുസ്ലിമിന്റെ പേരുള്ള അഡ്രസ്സിലായി പോയി, ഒരു മുസ്ലിം നാമധാരിയായി പോയി എന്നതിനപ്പുറത്ത് അവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് ഇസ്ലാം അപമാനമായി തോന്നുന്നു, അനിസ്ലാമികതകൾ അഭിമാനമായി തോന്നുന്നു. അവർ ഇസ്ലാമിനോട് വിരോധം പ്രഖ്യാപിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളോട് മൈത്രി ബന്ധം വെച്ച് പുലർത്തുന്നു. ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായും ദുനിയാവിന്റെ മേച്ചിൽപ്പുറങ്ങൾ താണ്ടി അവർ അശ്രദ്ധയിലായിരിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം പേരെ നമുക്ക് കാണാം. പേരിൽ മാത്രം, അഡ്രസ്സിൽ മാത്രം ഇസ്ലാമിനെ പരിമിതപ്പെടുത്തിയ കാനേഷുമാരി മുസ്ലിമീങ്ങൾ, ഭരണകൂടം ചാർത്തി തന്ന അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്നത് സ്വയം എടുത്തണിഞ്ഞ അലങ്കാരമായി അനിസ്ലാമികതകളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോയവർ. ഇതാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അവർക്ക് ഉപരിപ്ലവമാണ്. ബാഹ്യമായി പുറമേക്ക് അവർ ഇസ്ലാമിനെ പറയും, ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കും. മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നിടത്തെ വലിയ പ്രതിസന്ധികൾ മുതലക്കണ്ണീരൊഴുക്കി മാലോകർക്കിടയിൽ അവർ വിളമ്പും. പക്ഷേ അവരുടെ ബന്ധവും സ്നേഹവും സൗഹൃദവും സഹവാസവും അനിസ്ലാമികതയോടും ഇസ്ലാമിന്റെ ശത്രുക്കളോടുമായിരിക്കും. പുറമേക്ക് ഇസ്ലാമിന്റെ പ്രച്ഛന്നവേഷമണിഞ്ഞ മുസ്ലിം നാമധാരികളും ഇസ്ലാമിനു വേണ്ടി ശബ്ദിക്കുന്ന ആട്ടിൻ തോനളിഞ്ഞ ചെങ്ങായിക്കളുമായി മാറും അവർ. പക്ഷേ ശരിയായ ഇസ്ലാമിന്റെ തനതായ മാർഗം അവർക്കധന്യമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവർക്ക് അപ്രാപ്യമാണ്. അത് ഇസ്ലാമിലെത്തിയ ഹറാമുകളെല്ലാം അവർക്ക് ഹലാലുകളായിരിക്കും. ഇസ്ലാമിലെത്തിയ സംഗീതം അവർക്ക് മഹാകലയായിരിക്കും. ഇസ്ലാമിലെത്തിയ സ്ത്രീ പുരുഷ സങ്കലനം അവർക്ക് പുരോഗമനവും സ്വാതന്ത്ര്യവുമായിരിക്കും. ഇസ്ലാമിലെത്തിയ തിന്മകൾ അവർക്ക് അഭിമാനവും കാലത്തിന്റെ ഗതിക്കൊത്തുള്ള സഞ്ചാരവുമായിരിക്കും. ഇങ്ങനെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കാലഘട്ടത്തിന്റെ ഗമനം കൊണ്ടും ഗവേഷണം ചെയ്ത് ശാസ്ത്രത്തിനോട് ചേർത്ത് വായിച്ച് ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നവർ, ഖുർആനും സുന്നത്തും ഇറങ്ങിയ കാലഘട്ടത്തിൽ അതിനെ മനസ്സിലാക്കിയ അതിന്റെ ആദ്യ ശ്രോതാക്കളായ സ്വഹാബത്തിന്റെയോ സലഫുകളുടെയോ മാർഗമറിയാത്തവർ, ഇസ്ലാമിനെ സ്വയം വ്യാഖ്യാനിച്ച് അവർ പുതുതായി ഉണ്ടാക്കുന്ന ചില പ്രത്യേക മസ്അലകളിലും പ്രത്യേക ശാസ്ത്രങ്ങളിലും അതിനെ പരിമിതപ്പെടുത്തുന്നവർ, ഇങ്ങനെ ചിലരെ കാണാം. അവർ മോഡേൺ ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു വിഭാഗം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ വിശേഷിപ്പിച്ച മൂന്നാമത്തെ വിഭാഗമുണ്ടാകും. എക്കാലത്തും ഇസ്ലാമിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി അള്ളാഹുവിന്റെ ദീൻ പച്ചയായി അതിന്റെ പരമാർത്ഥം ഉൾക്കൊണ്ട് ശബ്ദിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, മാതൃക കാണിക്കുന്നവർ. അവരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. സത്യത്തിൽ, ഇസ്ലാമിന്റെ തനതായ സത്യത്തിൽ പ്രകടമായ നിലയിൽ നിലകൊള്ളുന്ന ഒരു ചെറിയ സംഘം എക്കാലത്തും ഉണ്ടായിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും. അവരെ ആക്ഷേപിക്കുന്നവർ, അവർ പരിഹസിക്കുന്നവർ, അവരെ ബഹിഷ്കരിക്കുന്നവർ അവരായിരിക്കും സമൂഹത്തിൽ അധികവും. നേരത്തെ 2 വിഭാഗങ്ങൾ ഞാൻ എണ്ണി. മുസ്ലിം നാമധാരികളും ഇസ്ലാമിന്റെ പ്രച്ഛന്നവേഷം ധരിച്ചവരും. അവരൊക്കെ അവർക്കെതിരായിരിക്കും. ഇവരെ ദ്രോഹിക്കുന്നവർ, ഇവരെ പരിഹസിക്കുന്നവർ, ഇവരെ സഹായിക്കാത്തവർ, കൈയൊഴിയുന്നവർ, ലാ യദുർറുഹും, അവർക്കൊരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. കാരണം
അള്ളാഹുവിന്റെ സംരക്ഷണം അവർക്കുണ്ടാകും. അവർ ന്യൂനപക്ഷമായിരിക്കും. അവർ ഖുറബാക്കൾ, അപരിചിതർ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ എന്ന ആളുകൾ മുദ്രകുത്തുന്നവരായിരിക്കും. ലാ യദുറുഹും മൻ ഖദലഹും, അവരോടൊപ്പം ആൾബലമില്ല, അംഗസംഖ്യയില്ല എന്നതുകൊണ്ട് അവരെ കൈയൊഴിക്കുന്നവരാണ് ധാരാളം എന്നതുകൊണ്ട് അവർക്കത് യാതൊരു ഉപദ്രവം ഏൽപ്പിക്കുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാഹ് വഹും കദാലിക്, അള്ളാഹുവിന്റെ കൽപ്പന ഖിയാമത്ത് നാൾ ഈ ലോകത്തിനൊരു അന്ത്യം ഉണ്ടാകുന്നത് വരെ ആ മാർഗത്തിൽ അടിയുറക്കുന്ന ഒരു ചെറു സംഘം കഠിന പ്രയത്നത്തിൽ ത്യാഗം സഹിച്ചിവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, ഇവർ ഇസ്ലാമിന്റെ തനതായ ആദർശം പേറുന്നവരായിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്ത് ചാണിനു ചാണായി മുഴത്തിനു മുഴമായി പിൻപറ്റുന്നവരായിരിക്കും. ചാണിനു ചാണായി മുഴത്തിനു മുഴമായി വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും വരെ അന്യമതസ്ഥരെ ഒപ്പിയെടുക്കുന്ന പകർത്തിയെടുക്കുന്ന ആധുനിക മുസ്ലിം സമൂഹത്തിന്റെ ഗതിവിഗതികൾക്ക് എതിരെ സഞ്ചരിക്കുന്നവരുമായിരിക്കും അവർ. ലാ തസാലു ത്വാഇഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, സത്യത്തിൽ അടിയുറക്കുന്ന ഈ ചെറു സംഘമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ കൂട്ടരിൽപ്പെടാൻ, ഇവരോടൊപ്പം സഞ്ചരിക്കാൻ അവരെ പോലെ ആയില്ലെങ്കിലും അവരോട് മനം കൊണ്ടെങ്കിലും താദാത്മ്യം പ്രകടിപ്പിക്കാൻ, വെറുപ്പില്ലാതിരിക്കാൻ, വാക്കുകൊണ്ട് പോലും അവരെ ദ്രോഹിക്കാതിരിക്കാൻ സഹായിച്ചില്ലെങ്കിലും നമുക്ക് സാധിച്ചാൽ നമ്മളാണ് വിജയിക്കുന്ന മാർഗത്തിൽ എത്തിപ്പെടുന്ന ഒരേ ഒരു വിഭാഗത്തിൽ ചേർന്ന് നിൽക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും, 73 വിഭാഗമായി പിരിയും. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ്. ഈ ഉമ്മത്ത്, മുസ്ലിം നാമധാരികൾ, ഇസ്ലാമിന്റെ ഐഡന്റിറ്റി പേർന്നവർ 73 വിഭാഗങ്ങളായി പിരിയുമെന്ന്. അവരിൽ 72 വിഭാഗങ്ങളും നരകത്തിലേക്കാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗമൊഴികെ. ആരാണവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി യൗമ അസ്ഹാബി. ഭൂരിപക്ഷമെന്നല്ല, ബഹുഭൂരിപക്ഷം അവരോടൊപ്പം എന്നല്ല, എല്ലാവരും അംഗീകരിക്കുന്നവരെന്നല്ല, മറിച്ച് 73-ൽ 72-നോടും വിയോജിക്കുന്നവർ ഒരു വിഭാഗം, ന്യൂനപക്ഷം. ഞാനും എന്റെ സഹാബത്തും എന്നും നിലകൊണ്ട മാർഗത്തിൽ നിലകൊള്ളുന്നവർ, ഞാനും എന്റെ സഹാബത്തും ഇന്ന് നിലകൊണ്ട മാർഗത്തിൽ എന്നും നിലകൊള്ളുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വിശേഷണമായി പറഞ്ഞു. സ്വർഗത്തിലേക്ക് പോകുന്ന മുസ്ലിം നാമധാരികളിൽ ഒരേ ഒരു വിഭാഗത്തിന്റെ വിശേഷണം അതാണ്. അതുകൊണ്ട് അവരെ പോലെയാകാൻ, അവരോട് അടുത്തു നിൽക്കാൻ, യാ അയ്യുഹല്ലദീന ആമനു കൂനു മഅ സ്വാദിഖീൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ സത്യസന്ധതയുള്ളവരോടൊപ്പം, ഇസ്ലാമിൽ സത്യസന്ധമായി നിലകൊള്ളുന്നവരോടൊപ്പം നിങ്ങൾ ചേരുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ആചാരങ്ങളും ഇല്ലാത്ത അനുഷ്ഠാനങ്ങളും ഒരു വശത്ത്, അത് ഇസ്ലാമിനുണ്ടാക്കിയ നഷ്ടം അത് വളരെ വലുതാണ്. അതിനുമപ്പുറത്ത് അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ കൊണ്ടാടുന്ന അവരുടെ ആഘോഷങ്ങൾ, അതിനോട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ പ്രതിബദ്ധതയും ഇസ്ലാമിനോടുള്ള ആത്മാർത്ഥതയും കാറ്റിൽ പറത്തി സാദൃശ്യപ്പെടുന്ന എത്ര ഖേദകരമായ കാഴ്ചയാണ്. നമുക്കറിയാം, ക്രിസ്മസ് ആഘോഷം ഇപ്പോഴും അതിന്റെ പൊടിപ്പും തൊങ്ങലും ചാർത്തലും തീർന്നിട്ടില്ല. മുസ്ലിമീങ്ങൾ അവരുടുക്കുന്ന പോലെ വസ്ത്രമുടുക്കുന്നു, അവർ മുറിക്കുന്നത് പോലെ കേക്ക് മുറിക്കുന്നു, അവർ തൂക്കുന്നത് പോലെ മാരണവും കോപ്പുകളും അതുപോലെ തന്നെ നക്ഷത്രങ്ങളും തൂക്കുന്നു, പുൽക്കൂടുണ്ടാക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു, സ്ഥാപനം അടച്ചിടുന്നു. അവരോടൊപ്പം ചാണിനു ചാണായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മുഴത്തിനു മുഴമായി ആഘോഷത്തിൽ പങ്കുചേരുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അല്ലാഹുവിനൊരു പുത്രനുണ്ട് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളിലേക്ക് അയച്ച നബി അല്ലാഹുവാണെന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെ, അല്ലാഹുവിനുള്ള ആരാധ്യതയെ, ഇസ്ലാമിന്റെ തൗഹീദിനെ അതിന്റെ അടിവേരറക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷം, അതിനോട് മനസ്സുകൊണ്ടെങ്കിലും താദാത്മ്യപ്പെടാൻ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് സാധിക്കുക? ഞാനത് വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികൾക്ക്, നിർജീവമായ വസ്തുക്കൾക്ക് അല്ലാഹുവിന്റെ പുത്രനുണ്ട് എന്ന് പറഞ്ഞ് ആ ജന്മദിനം ആഘോഷിക്കുന്ന, ക്രിസ്മസ് ആഘോഷിക്കുന്ന നസാറാക്കളുടെ വാദമുണ്ടാക്കുന്ന രോഷം
മനുഷ്യർക്കല്ല, ജീവനുള്ളവർക്കല്ല, നിർജീവമായ ആകാശത്തിനും ഭൂമിക്കും പർവ്വതങ്ങൾക്കും എത്രമാത്രം ദോഷമുണ്ടാക്കുമെന്ന് സൂറത്തു മാഇദയിലൂടെ നമ്മെ അറിയിച്ചു. അല്ലാഹു പറഞ്ഞു, വഖാലു ഇത്തഖദ റഹ്മാനു വലദ, അല്ലാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. അല്ലാഹുവിന് മക്കളുണ്ട് പോലും. ലം യലിദ് വലം യൂലദ്, മുസ്ലിം ഉമ്മത്തിലെ ചെറിയ കുട്ടിക്ക് പോലും മനപ്പാടമുള്ള ആയത്തുകളാണ്. അവൻ ജനിച്ചിട്ടില്ല, ആരുടെയും സന്താനമായി അവൻ ജനിച്ചിട്ടില്ല, ആർക്കും ജന്മം നൽകിയവനുമല്ല അവന് സന്താനങ്ങളില്ല. അല്ലാഹുവിന് സന്താനമുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തു ദൈവപുത്രനായി പിറവി കൊണ്ട ദിവസമാണ് ക്രിസ്മസ് ആഘോഷത്തിന്റെ കാതൽ. ഇതറിയാത്ത ഏത് മുസ്ലിമാണുള്ളത്? അതേ, അവർ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, അല്ലാഹു പറയുന്നു, നിങ്ങളത് വാദിക്കുക നിമിത്തം വളരെ ഗുരുതരമായ പാതകമാണ് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പ്രവർത്തിച്ചിരിക്കുന്നത്. തകാദു സ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദ. ആ വാദം അത് കേൾക്കേണ്ട താമസം. ആകാശങ്ങളകിലവും പൊട്ടിത്തകരാറായിരിക്കുന്നു, ഭൂമി വിണ്ടുകീറാറായിരിക്കുന്നു, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാറായിരിക്കുന്നു. പർവ്വതങ്ങളും ആകാശവും ഭൂമിയും നിർജീവമായ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വഴി രോഷമുണ്ടാകുന്ന ഈ കൊടുംവാദം, അതിന് താതാത്മ്യപ്പെടുന്ന മുസ്ലിമേ, നിന്റെ ദീൻ എവിടെയാണ്? നിന്റെ വിശ്വാസം എവിടെയാണ്? നിന്റെ ഇസ്ലാമിനോടുള്ള സ്വത്വബോധം എവിടെയാണ്? നിന്നിലെ മുസ്ലിം എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് ശക്തമായി നമ്മോട് താക്കീദിന്റെ സ്വരത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജൂതനസാറാക്കളോട്, അന്യമതസ്ഥരോട് അവരുടെ ആഘോഷങ്ങളിൽ, അവരുടെ വേഷഭൂഷാദികളിൽ, അവരുടെ അനുഷ്ഠാന ആചാരങ്ങളിൽ, അവരുടെ ചേലിൽ, അവരുടെ കോലത്തിൽ താതാത്മ്യപ്പെടാൻ വെമ്പുന്ന മനസ്സുണ്ടെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കുക. നമ്മുടെ ഇസ്ലാമിന്റെ, നമ്മുടെ ഈമാനിന്റെ ഘനമെത്രയുണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക. അതിലേക്ക് വെളിച്ചം നൽകാൻ ചില തെളിവുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഇടയ്ക്കിടെ ഓതിക്കേൾപ്പിക്കാറുണ്ടായിരുന്ന സൂറത്തുൽ ജാസിയയിലെ ആയത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ മഹത്തായ ആയത്ത്, ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون. അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെ ഇതാ ഏറ്റവും സുവ്യക്തമായ, മനോഹരമായ, സ്പഷ്ടമായ, വ്യക്തമായ, രാത്രിപോലും പകലിനോളം ശുഭ്രപ്രഭ വിതറുന്ന മഹത്തായ ദീനിന്റെ ശരീഅത്തിൽ താങ്കളെ നാം നിശ്ചയിച്ചിരിക്കുന്നു, താങ്കളെ നാം അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നു, താങ്കളെ അതിലേക്ക് ക്ഷണിക്കുന്ന റസൂലായി നാം നിയുക്തനാക്കിയിരിക്കുന്നു. ഫത്തബിഅഹാ, അതുകൊണ്ട് ആ ദീനിനെ, ആ മഹത്തായ ശരീഅത്തിനെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ താങ്കൾ പിൻപറ്റുക. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അതറിയാത്ത, അതിന്റെ രുചി അനുഭവിക്കാത്ത, അതിന്റെ മനോഹാരിത അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഹതഭാഗ്യരായ തോന്നിവാസികളായ തന്നിഷ്ടക്കാരെ താങ്കൾ പിൻപറ്റരുത് റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മഹത്തായ ദീൻ, നമുക്ക് അഭിമാനമായ ദീൻ, നമ്മുടെ സിരകളിലൂടെ ഓടുന്ന രക്തത്തെക്കാൾ അമൂല്യമായ ദീൻ, നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ജീവനേക്കാൾ നമുക്ക് വിലപിടിപ്പുള്ള ദീൻ അൽ ഇസ്ലാം, ദീനുല്ലാഹിൽ വാഹിദ്, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ ഒരേയൊരു മതം, ഒരേ ഒരു ദീൻ. ആ ദീൻ വിട്ട് അന്യരുടെ പ്രത്യയ ശാസ്ത്രങ്ങളിലേക്ക്, അവർ പടച്ചുണ്ടാക്കിയ മതചര്യകളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, ആചാരങ്ങളിലേക്ക് നമ്മുടെ ഖൽബ് വഴിമാറിപ്പോകുന്നുവെങ്കിൽ നാം പരിശോധിക്കുക. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, ഇസ്ലാമിന്റെ ശരീഅത്തിൽ എന്താണോ ഒരാൾക്ക് ആചരിക്കാനും അനുഷ്ഠിക്കാനുമുള്ളത് അതുമാത്രം പിൻപറ്റണം, അതിനുള്ളതെല്ലാം, അതിനെതിരെയുള്ളതെല്ലാം വെടിയണം, അത് തോന്നിവാസമാണ് എന്നതിന് ഈ ആയത്തെമ്പാടും തെളിവാണ്. സഹോദരങ്ങളെ, രണ്ടാമതായി ഞാൻ കേൾപ്പിക്കട്ടെ, സൂറത്തുൽ ബഖറയിലെ 145 ആയത്ത്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, വലഇൻ ഇത്തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്ക് അറിവ് വന്നെത്തിയതിനു ശേഷം, താങ്കൾക്ക് വഹി വന്നെത്തിയതിനു ശേഷം, താങ്കൾക്ക് ഇസ്ലാമിന്റെ വിജ്ഞാനം വന്നെത്തിയതിനു ശേഷം, ഇന്നത് പാടില്ല, ഇന്നതേ പാടൂ, ഇന്നത് ഹറാം, ഇന്നത് ഹലാൽ എന്ന ഇസ്ലാമിന്റെ വിജ്ഞാനം താങ്കൾക്ക് വന്നെത്തിയതിനു ശേഷം, അതറിയാത്ത, അതിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ
തോന്നിവാസങ്ങളെ, തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചാ പറയുന്നത്, താങ്കൾ അതിക്രമകാരികളിൽ അക്രമങ്ങളിൽപ്പെട്ടവനായി പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പറയുന്നു. മറ്റൊരായത്തിൽ കാണാം, അങ്ങനെ താങ്കൾ അവരെ പിൻപറ്റുകയാണെങ്കിൽ മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്, താങ്കളെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാധികാരിയെയും താങ്കൾക്ക് സുരക്ഷയൊരുക്കുന്ന ഒരുത്തനെയും താങ്കൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇസ്ലാമിന്റെ പ്രതാപം വിട്ട് അന്യക്കൂടുകളിലേക്ക് ചേക്കേറുന്നവർക്ക് അള്ളാഹു സംരക്ഷണം കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാണ് സംരക്ഷണം നൽകുക? ഏതാകാശമാണ് അവർക്ക് തണൽ വിരിക്കുക? ഏത് ഭൂമിയാണ് അവർക്ക് മെത്തയാകുക? ഏത് ഭരണാധികാരിയാണ് അവർക്ക് സുരക്ഷയൊരുക്കുക? അള്ളാഹുവിന്റെ സംരക്ഷണം അവൻ കൈയൊഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ തെളിവ്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സദസ്സിൽ വെച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ സാക്ഷാൽ ജൂതൻ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ വേണ്ടി വ്യംഗ്യമായൊരു പ്രയോഗം നടത്താറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 104-ാമത്തെ ആയത്തിൽ അത് വിലക്കി, മുഅ്മിനീങ്ങളെ വിളിച്ചു വിലക്കി. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇനാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ജൂതന്മാർ പറയുന്ന റാഇന എന്ന വാക്ക് പറയരുത്. അവർ അത് ദ്വയാർത്ഥം വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമാക്കി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് ആ പ്രയോഗം നിങ്ങൾ നടത്തരുത്. വഖൂലു നുർന, നബിയെ ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളിലേക്ക് നോക്കേണമേ, ഞങ്ങളെ കേൾക്കണമേ എന്ന ഉൻനുർന എന്ന വാക്ക് നിങ്ങൾ പറയുക. വസ്മഉ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നിങ്ങൾ ഒപ്പിയെടുക്കുക, കേൾക്കുക. വലിൽ കാഫിരീന അദാബുൻ അലീം, ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന കാഫിറുകൾക്ക് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കവേ മുഫസ്സിറുകൾ എല്ലാം പറയുന്നു, ജൂത നസാറാക്കൾ, കുഫാറുകൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ മാത്രം പ്രത്യേകമായി നടത്തുന്ന പ്രയോഗങ്ങൾ വരെ, വാക്കിൽ അവർ നടത്തുന്ന പ്രയോഗം വരെ കടമെടുക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിലക്കുന്നു. അവർ മാത്രം പ്രത്യേകം ഉപയോഗിക്കുന്ന വാക്ക് പോലും മുസ്ലിമേ നിനക്ക് ഹറാമാണ്. പിന്നെയാണ് അവരുടെ വേഷം, പിന്നെയാണ് അവരുടെ കോലം. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാരുടെ തലമുടി എന്താണ്? അവരുടെ രൂപം എന്താണ്? അവരുടെ വേഷം എന്താണ്? മുസ്ലിമിനോടോ, ഇസ്ലാമിനോടോ, കുഫാറുകളോടോ, ജൂതനോടോ, നസാറാക്കളോടോ ആരോടാണ് അവന്റെ താതാത്മ്യം? ആരോടാണ് അവന്റെ സാദൃശ്യം? മുസ്ലിം പുരുഷന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅഫുൽ ലിഹാ വഖസ്സുശ് ശവാരിബ് ഖാലിഫുൽ യഹൂദ വന്നസാറ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ജൂത നസാറാക്കളോട് എതിരാകുവിൻ, നിങ്ങൾ താടിയെ ദേശം വളർത്തുവിൻ, നിങ്ങൾ മീശ വെട്ടുവിൻ. കാരണം മീശ വെട്ടി താടി വളർത്തുന്നവർ അത് മുസ്ലിമീങ്ങൾ മാത്രമാണ്. മീശയിലും താടിയിലും വരെ ജൂത നസാറാക്കളോട് എതിരാകണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന സ്വരത്തിൽ. താടി വടിച്ച് മീശ മാത്രം വെക്കുന്നവർ ജൂതനോടാണ് സാദൃശ്യം. താടിയും മീശയും ഒരുപോലെ വളർത്തുന്നവർ ജൂത നസാറാക്കളോടും കുഫാറുകളോടും മുശ്രിക്കുകളോടുമാണ് സാദൃശ്യം. സഹോദര, അത് കേവലം സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നീ ന്യായം കണ്ടെത്തിയേക്കും. സുന്നത്താണെങ്കിലും താടി വെക്കാത്തൊരു നബിയുണ്ടോ? താടിയും മീശയും അടിച്ച, മീശ മാത്രം വെച്ച് നടന്ന ഒരു നബിയുണ്ടോ? ഒരു റസൂലുണ്ടോ? ഒരു സഹാബിയുണ്ടോ? ഒരു ഇമാമുണ്ടോ? ഇസ്ലാമിന്റെ ഉലമാക്കളുണ്ടോ? പറയൂ നിങ്ങൾ. നിങ്ങളുടെ സാദൃശ്യം മുസ്ലിമീങ്ങളോടോ, ഇസ്ലാമിനോടോ, ഇസ്ലാമിന്റെ സംസ്കാരത്തോടോ, ജൂതനോടോ, നസാറാക്കളോടോ, കുഫാറുകളോടോ, മുശ്രിക്കുകളോടോ? നാം സ്വയം ചോദിക്കുക. എന്നിട്ട് ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കാൻ, മുസ്ലിമിന്റെ നാമം ഉച്ചരിക്കാൻ നാം ശ്രമിക്കുക. അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാക്കിൽ പോലും കുഫാറുകളോട് സാദൃശ്യപ്പെടരുത്, അന്യമതസ്ഥരോട് താതാത്മ്യം പുലർത്തരുത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങളിലൂടെ അള്ളാഹു നമ്മെ കേൾപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതി തരുന്നു. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده
وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസിൽ കാണാം, അവിടുന്ന് പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണോ ഒരു സമൂഹത്തോട് സാദൃശ്യരായത് അവർ അവരിൽ പെട്ടുപോയി. മുസ്ലിമീങ്ങളോടാണോ ഇസ്ലാമിനോടോ നമ്മുടെ സാദൃശ്യം എങ്കിൽ നമ്മൾ ഇസ്ലാമിലും മുസ്ലിമീങ്ങളോടൊപ്പവുമാണ്. നമ്മുടെ സാദൃശ്യം എവിടെയുള്ള സാദൃശ്യം? പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കവോ പറയുന്നു, ഫി അഖ്വാലിഹിം, വാക്കുകളിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു, വഅഫ്ആലിഹിം, പ്രവർത്തനങ്ങളിൽ, വലിബാസിഹിം, വസ്ത്രധാരണങ്ങളിൽ, വഅയാദിഹിം, ആഘോഷങ്ങളിൽ, വഇബാദാതിഹിം, അനുഷ്ഠാനങ്ങളിൽ, ആരാധനകളിൽ, ഇങ്ങനെ ഏതു രംഗത്തും, നേരത്തെ പറഞ്ഞു താടിയിൽ മീശയിൽ വരെ നമ്മുടെ സാദൃശ്യം ആരോടാണോ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, അവർ അവരിൽ പെട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിന, നമ്മുടെ മാർഗമല്ലാത്ത മാർഗം പിൻപറ്റുന്ന അന്യമതസ്ഥർ, ജൂതനസാറാക്കൾ, അവരോട് ആരാണോ സാദൃശ്യപ്പെടുന്നത് അവർ നമ്മിൽപ്പെട്ടവനല്ല. ലൈസ മിന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ ശരീഅത്തിന്റെ മാർഗത്തിലല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ തശബ്ബഹു ബിൽ യഹൂദി വന്നസാറ, നിങ്ങൾ ജൂതനസാറാക്കളോട് സാദൃശ്യപ്പെടരുത്, അവരോട് താദാത്മ്യപ്പെടരുത്, നേരത്തെ പറഞ്ഞ എല്ലാ മേഖലകളിലും. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ച മനോഹരമായ, നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഒരു പാഠമുണ്ട്. എന്താണെന്നറിയോ? فإن تسليم اليهود الإشارة بالأصابع وتسليم النصارى الإشارة بالأكف. ജൂതന്മാർ അവർ പരസ്പരം അഭിസംബോധന ചെയ്യുക, വിഷയുക അവരുടെ വിരലുകൾ കൊണ്ടാണ്. നസാറാക്കൾ അവർ പരസ്പരം അഭിവാദനമർപ്പിക്കുക അവരുടെ കൈകൾ കൊണ്ടാണ്. അതിനു സമാനമായി നിങ്ങൾ പരസ്പരം അഭിവാദനങ്ങൾ അർപ്പിക്കരുത്. നമ്മുടെ അഭിവാദനം ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന സലാമിന്റെ ദുആഇന്റെ ഏത് സാഹചര്യത്തിലും, മരണ വീട്ടിലും കല്യാണ വീട്ടിലും ഏതവസ്ഥയിലും ഏതു മനുഷ്യരോടും മുസ്ലിമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മഹത്തായ അഭിവാദനം ഇതാണ് നമ്മുടെ അഭിവാദനം. അതിനപ്പുറത്ത് സലാം പറയാതെ കൈ കൊണ്ടുള്ള കേവലമാംഗ്യം, വിരലുകൊണ്ടുള്ള കേവലമാംഗ്യം, അത് ജൂതന്റെയും നസാറാക്കളുടെയും സംഭാവനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുസ്ലിം ഒരാളെ വിഷയുന്നെങ്കിൽ, അഭിവാദനം ചെയ്യുന്നെങ്കിൽ, ദൂരെയുള്ളാണ്, നമ്മുടെ സലാം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം നമ്മോട് സലാം പറഞ്ഞു, കേവലം കൈ കൊണ്ട് മാത്രം സലാം പറയാതെ ആംഗ്യത്തിൽ അത് പരിമിതപ്പെടുത്തരുത്. ദൂരെയുള്ള ആളാണെങ്കിൽ, കേൾക്കാൻ പ്രയാസമുണ്ടെങ്കിൽ കൈ കൊണ്ട് കാണിക്കുക, ഒപ്പം നമ്മൾ നാവ് കൊണ്ട് സലാം ഉരുവിടുക. അടുത്തുള്ള ആളാണെങ്കിൽ കൈ കൊടുത്ത് സലാം പറയുക. അതല്ലാതെ സലാമിന്റെ വാചകം ഉരുവിടാതെ അഭിവാദനം കൈ കൊണ്ട് അർപ്പിക്കൽ പോലും ജൂതനസാറാക്കളുടെ സാദൃശ്യമാണ്. നിങ്ങൾ അവരോട് എതിരാകണം, അവരോട് താദാത്മ്യപ്പെട്ടാൽ എന്റെ മാർഗത്തിലല്ല നിങ്ങളെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനപ്പുറത്ത് മുസ്ലിം ഉമ്മത്ത് ജൂതനസാറാക്കളോട് സാദൃശ്യപ്പെടുന്ന മേഖലകൾ ഞാൻ എണ്ണി പറയേണ്ടതുണ്ടോ? ന്യൂ ഇയർ ആഘോഷമാണ് വരുന്നത്. മുസ്ലിമീങ്ങൾ ഇന്ന് തന്നെ അതിന്റെ ഒരുക്കം തുടങ്ങി. മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ, സഹോദരങ്ങളെ, എന്തു നന്മയാണുള്ളത്. ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ് മുസ്ലിമീങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ട് ആഘോഷങ്ങൾ. ഒന്ന് ഈദുൽ ഫിത്തർ, നോമ്പിന് ശേഷമുള്ള ഈദുൽ ഫിത്തർ. രണ്ട്, ദുൽഹിജ്ജ മാസം 10 നമ്മൾ ബലിയോടുകൂടി ആഘോഷിക്കുന്ന ഈദുൽ അദ്ഹ. ഇതല്ലാത്ത മറ്റൊരാഘോഷവും മുസ്ലിമിനില്ല. ജന്മദിനാഘോഷമില്ല, ആണ്ടാഘോഷമില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദാഘോഷമില്ല. ഈ രണ്ടാഘോഷങ്ങൾ മാത്രം. ആഘോഷങ്ങൾ മുസ്ലിമീങ്ങൾക്ക് രണ്ട് മാത്രമാണ്. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് എന്നും ഈദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് അവൻ ഹറാമാക്കിയത് ഒഴിവാക്കി ജീവിച്ചാൽ, മുസ്ലിമിന്റെ ഈദ് എന്ന് പറഞ്ഞാൽ സിനിമ കാണലും, സംഗീതം കേൾക്കലും, പടക്കം പൊട്ടിക്കലും, തോന്നിവാസങ്ങൾ ചെയ്യലും, ആണും പെണ്ണും കൂടിക്കുഴഞ്ഞ് ഉന്മാദത്തിലാകലുമല്ല. ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ സംസ്കാരം എന്താണ്? നമ്മുടെ ആഘോഷത്തിൽ അല്ലാഹു നിയമമാക്കിയത് നിങ്ങൾക്കറിയില്ലേ? നിസ്കാരമാണ്, തക്ബീറാണ്, കുടുംബബന്ധം ചേർക്കലാണ്, ദാനധർമ്മമാണ്, പുണ്യമാണ്, നന്മയാണ്, തോന്നിവാസമല്ല, ഹറാമല്ല. ഇതാണ് മുസ്ലിമിന്റെ ആഘോഷം. എന്നാൽ കുഫാറുകളുടെ
ക്രിസ്മസിന്റെ, ന്യൂ ഇയറിന്റെ, പൂരത്തിന്റെ, ഉത്സവങ്ങളുടെ ആഘോഷത്തിന്റെ പൊടിപ്പും തൊങ്ങലും അലങ്കാരവും അവരുടെ വിശേഷണവും അതിലുള്ള കാര്യപ്പെട്ട കാമ്പും എന്താണ്? ഹറാമാണ്, മദ്യപാനമാണ്, ലഹരിയാണ്, സ്ത്രീ പുരുഷ സങ്കലനമാണ്, തിന്മയാണ്, ശിർക്കാണ്, കുഫറാണ്. ഇതല്ലാത്ത എന്താണ് അവരുടെ ആഘോഷങ്ങളിലുള്ളത്? അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തെ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ, ഇസ്ലാമിനെ നിങ്ങൾ കൈയൊഴിയുമ്പോൾ, മുൻഗാമികൾ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ ഇറങ്ങുമെന്ന് നമ്മൾ ഭയപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ അതിലേക്കുള്ള സൂചന നമുക്ക് കാണാം. ഇന്നന്നാസ ഇദാ റഅഉൽ മുൻകർ ഫലം യുഗയ്യിറു. എന്തിനാണ് നമ്മൾ എതിർക്കുന്നത്? നമ്മൾ ചെയ്യാതിരുന്നാൽ പോരെ എന്നാണ് ചിലർ ന്യായവാദം. എന്തിനാണ് സമൂഹത്തിൽ ഇങ്ങനെ പബ്ലിക്കിൽ ഇത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നത്, ഛിദ്രതയുണ്ടാക്കുന്നത്, വർഗീയമായി നിങ്ങൾ ആളുകളെ വിഭജിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ് ഇതിനെ നമ്മെ പ്രേരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നന്നാസ ഇദാ റഅഉൽ മുൻകർ, ജനങ്ങൾ ഒരു തെറ്റ് കണ്ടാൽ ഫലം യുഗയ്യിറു, അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനെ തടയാതിരുന്നാൽ ഔശക അയ്യഅമ്മഹുമുല്ലാഹു ബിഇഖാബിൻ മിൻ ഇൻദി, അല്ലാഹുവിനുള്ള ശിക്ഷ അവരെ മുഴുവൻ പിടികൂടുമെന്ന് അവർ ഭയന്നുകൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ബാധിച്ച സകല അപജയങ്ങൾക്കും കാരണം അവർ ഇസ്ലാമിനെ വിട്ട് അന്യമതസ്ഥരുടെ ആചാര സംസ്കാര വേഷഭൂഷാദികളിലേക്ക് സദൃശ്യരായി പോയി എന്നതാണ്. മുൻഗാമികൾപ്പെട്ട ഇമാമിങ്ങൾ ചിലർ പറഞ്ഞു, മുസ്ലിമീങ്ങൾ അവർ മസ്ജിദുകളുടെ വാതിലുകളുടെ മുമ്പിൽ തിരക്ക് കൂട്ടുന്നത് കണ്ടോ? ഹജ്ജിന് ഉംറക്കും പോയി അവർ ഉച്ചൈസ്തരം ലബ്ബൈക പ്രഖ്യാപിക്കുന്നത് കണ്ടോ? നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. ഏതു കാലഘട്ടത്തിലെയും മുസ്ലിമീങ്ങളെ അവർ തനതായ മുസ്ലിമീങ്ങളാണോ എന്ന് വിലയിരുത്താൻ സാധിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോട്, ജൂതനസാറാക്കളോട്, മുശ്രിക്കുകളോട്, കുഫാറുകളോട് അവർക്കുള്ള സാധ്യതയും സാമ്യതയും അല്ലെങ്കിൽ അവരോടുള്ള താദാത്മ്യവും ബന്ധവും എന്താണ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അവർ ഇസ്ലാമിലാണോ മുസ്ലിമാണോ എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമെന്നാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ, മുസ്ലിമീങ്ങൾക്ക് ഇജ്ജത്ത് വന്ന കാലഘട്ടത്തിൽ, മുസ്ലിമീങ്ങൾ ഭൗതികമായി അവർ മെച്ചപ്പെട്ട കാലയളവിൽ അവിടുത്തെ സ്വഹാബികളെ ഓർമ്മപ്പെടുത്തിയ മഹത്തായ വാചകം, കുൻതും അദല്ലുന്നാസ്, നിങ്ങൾ പതിതരായിരുന്നു, നിങ്ങൾ നിന്ദരായിരുന്നു, സമൂഹത്തിലെ അശരണരായിരുന്നു അറബികളെ. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമ്മെ അല്ലാഹു ഇസ്ലാം കൊണ്ട്, ഈ ദീൻ കൊണ്ട് നമുക്ക് അല്ലാഹു പ്രതാപം നൽകി. കിസ്റയും കൈസറും കിടുങ്ങി. റോമ പേർഷ്യൻ ചക്രവർത്തിമാരുടെ സാമ്രാജ്യങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽ കീഴിലെത്തി. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു നമുക്ക് പ്രതാപം നൽകിയത്, ഇസ്സത്ത് നൽകിയത്. ഫമഹ്മാ തത്ലുബുൽ ഇസ്സത ബിഗൈരി യുദില്ലുകുമുല്ലാഹ്, അതുകൊണ്ട് എപ്പോൾ ഇസ്ലാമിനെ വിട്ട് നിങ്ങൾ പ്രതാപം അന്വേഷിക്കുന്നുവോ, ദുനിയാവിന്റെ മേച്ചിൽപ്പുറങ്ങൾ താടിപ്പോണ്ടുകുന്നുവോ, ഇസ്ലാമില്ലാത്ത അനിതര ഇസ്ലാമികേതര വിശ്വാസ ആചാരങ്ങളിലേക്ക് നിങ്ങൾ ആകൃഷ്ടരാകുന്നുവോ, യുദില്ലുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ നിന്ദരാക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.